ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും നന്ദൂട്ടനും കൂടെ ഇന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും പള്ളിയിൽ പോകും കേട്ടോ. അപ്പം നമ്മൾ ഈ വർഷം ഞങ്ങൾ പോയില്ല. ക്രിസ്മസോ ന്യൂ ഇയറോ ഒക്കെ ഇടയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ വട്ടം പോയില്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത പള്ളിയാട്ടോ. അപ്പം നമുക്ക് തിരിച്ച് വരുമ്പോൾ അവിടെ കയറാം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയൊരു കേക്ക് ഷോപ്പാണ്. അപ്പം നല്ല കച്ചവടം ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ ഒരു വട്ടം മേടിച്ചായിരുന്നു, ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഈ പോകുന്നത് നമ്മൾ സ്ഥിരം പോകുന്ന പള്ളിയായിരുന്നു. മീൻസ് എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ എപ്പോഴെങ്കിലും ഒന്നുകിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ന്യൂ ഇയറിന് മുന്നേ അപ്പം നന്ദമോളെ അതെല്ലാം ഞങ്ങൾ കൊണ്ട് കാണിക്കുമായിരുന്നു. അപ്പം അവിടോട്ടാട്ടോ ഇപ്പം ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യം അവിടെ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ എത്തി. കുറച്ച് വരണമായിരുന്നു, അത് കാരണം പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഈ ലൈനിൽ കുറഞ്ഞതൊരു 3-4 പള്ളിയുണ്ട് കേട്ടോ. ആ ലൈറ്റൊക്കെ കിടക്കുന്നതെല്ലാം പള്ളി തന്നെയാണ്. അപ്പം ഇവിടെ ഒരു പള്ളിയുണ്ട്, പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ പിന്നെ ഒരു പള്ളിയുണ്ട് അകത്ത്. അതുകൊണ്ട് ആ ലെഫ്റ്റ് സൈഡിലായിട്ട് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ വരുന്ന പള്ളി കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വന്നു. അപ്പോൾ അതേണ്ട ഇതാണ് കേട്ടോ നമ്മൾ വരുന്ന പള്ളി. അപ്പം നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ നോക്കിയാൽ കാണാം, ഇവിടെ വരുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫുൾ വീഡിയോ ആയിട്ടല്ല, ജസ്റ്റ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേണ്ട ഇതാട്ടോ പള്ളി. അപ്പം നമ്മൾ ഈ പള്ളിയിൽ തന്നെ കുറച്ച് എന്തൊക്കെയോ ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് കാരണം നമുക്ക് അറിയത്തില്ല ഏത് പള്ളിയാണ്. അപ്പം നമ്മൾ ഇവിടെ പണ്ട് മുതലേ വരുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാ വട്ടം മോളെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കും. നമ്മുടെ നാട്ടിലെ ആ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇതിങ്ങനെ ഒരുക്കി കണ്ടിട്ടുള്ളൂ. അപ്പം എല്ലാ വർഷവും ഞാൻ മോളെ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വന്നു. അപ്പോൾ ലൈറ്റ്സൊക്കെ അവർ ന്യൂ ഇയറും കൂടെ കഴിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേണ്ട പള്ളിയുടെ ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, 2-3 ചേച്ചിമാരകത്തിരിക്കുന്നു. അച്ഛനൊന്നും ഇല്ല, പ്രാർത്ഥനയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അകത്ത് കയറിയിട്ട് എനിക്കൊരു പേടി. അവരെന്നെ എന്തോ ഒരു വലിയ വിചിത്ര ജീവിയെ നോക്കുന്ന പോലെ നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ പുറത്തു നിന്ന് പ്രാർത്ഥിച്ചാലും അകത്തു നിന്ന് പ്രാർത്ഥിച്ചാലും ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ, ഇവിടെ ഉള്ളവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ അകത്തോട്ട് കയറിയില്ല. ഞാൻ പുറത്തു നിന്ന് കുറച്ച് നേരം മുട്ടൂത്തി നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. നന്ദമോള് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു. കുറച്ചൊരു 10-15 മിനിറ്റ് ഞങ്ങൾ നിന്നോളൂ, പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അടുത്തത് വന്നത് നമ്മുടെ വീടിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്ത് പള്ളിയാട്ടോ. ഞാനിവിടെ കുരിശടി പോകുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടില്ലേ, അപ്പോൾ ആ പള്ളിയാട്ടോ. ഇത് നല്ലതായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഇവിടെ ലൈറ്റാണ്, പക്ഷേ എപ്പോഴും നല്ല തിരക്കാട്ടോ. അത് കാരണം എനിക്ക് സത്യത്തിൽ നമ്മൾ ഇവിടെ ഒരു ഡിഫറൻസാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ കണക്കൊന്നുമല്ല കേട്ടോ. നമ്മൾ ഹിന്ദുസ് പെട്ടെന്ന് പള്ളിയിൽ വന്നു അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടും പിന്നെ സൺഡേസിലൊക്കെ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു പേടിയൊക്കെ കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വരാഞ്ഞത്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അവിടെയാണ് ഞാൻ കൂടുതൽ വരുന്നത്. അപ്പം ഞാൻ അകത്തോട്ട് വന്നപ്പം ആരുമില്ല കേട്ടോ. ഒരു 2-3 കാറും പിന്നെ ബൈക്കൊക്കെ ഇരിക്കുന്നു, പക്ഷെ ആരുമില്ല. അപ്പോൾ പ്രാർത്ഥനയൊന്നും ഇല്ലെന്ന് മനസ്സിലായി. പള്ളി തുറന്നിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് പുൽക്കൂട് ഒരുക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ലൈറ്റൊക്കെ തന്നെ ഓഫ് ചെയ്തിട്ടൊന്നും ഇല്ല, ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും നന്ദമോളും കൂടെ ഷോക്കായി സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആ പള്ളിയിൽ പോയത്, പക്ഷേ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്രയും നന്നായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഞാൻ നന്ദൂട്ടനും കൂടെ അവിടെ നിന്ന് വീഡിയോസ് എല്ലാം എടുത്തു. പിന്നെ ഫുള്ള് നല്ല എന്തോ ഒരു പ്രത്യേക നാട്ടിൽ പോയി കണ്ട ഒരു ഫീൽ എനിക്ക് വന്ന്. അപ്പോൾ നന്ദൂട്ടനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇനി ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇതിൽ. അപ്പം ഞാൻ എന്തായാലും അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ച് നന്ദൂട്ടൻ്റെ ഫോണും കൊടുത്തിട്ട് ഞാൻ അകത്തോട്ട് കയറി. അപ്പം അകത്തൊരു ചേട്ടനും ചേച്ചിയുമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പം എനിക്കൊരു പേടിയുണ്ട്, ഇവരെന്തെങ്കിലും പറയുമോ എന്തെങ്കിലും ചോദിക്കുമോ എന്നൊക്കെ ഒരു പേടിയില്ല ഞാൻ അകത്ത് കയറിയത്. പക്ഷെ ആരും ഇല്ലായിരുന്നു, അച്ഛനും ആരും ഇല്ല. അപ്പം നല്ലൊരു എന്താ ഒരു പീസെന്ന് വേണേൽ പറയാം, നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ടുള്ളതേ ഉള്ളൂ ചർച്ചിലൊക്കെ, നമ്മുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ നമ്മുടെ വീടിനടുത്തുള്ളവരുടെയോ ഒക്കെ അങ്ങനെയുള്ളവരുടെയൊക്കെ പോയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടൊന്നും ഇതുവരെ അങ്ങനെ പോയിട്ടുമില്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഒരിതേ ഉള്ളൂ. അപ്പം എന്തോ ഒരു വല്ലാത്ത സമാധാനവും സന്തോഷമൊക്കെ തോന്നി. നമ്മൾ വലുതായതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചെല്ലാം മനസ്സിലായി. ആ ഒരു വല്ലാത്തൊരു ഫീലിങ്ങാണ്. പിന്നെ അനിയത്തിയുടെ കൂടെയൊക്കെ ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പം പള്ളിയിൽ പോവും. സാധാരണ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ഈ വട്ടം എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടായിരുന്നു.
അപ്പോൾ കുറേ നേരം ഞാൻ നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും പുറത്തിറങ്ങി ചെരുപ്പൊക്കെ എടുത്തിട്ട് വീണ്ടും എനിക്കത് കണ്ടിട്ട് മതിയാവുന്നില്ല, വീണ്ടും വീണ്ടും. പക്ഷെ അവിടെ ആരുമില്ല കേട്ടോ, ഫുള്ളൊരു വലിയ ഗ്രൗണ്ടൊക്കെയാണ്, പിന്നെ സ്കൂളുണ്ട്, പിന്നെ ഓർഫണേജ് എന്തോ സംതിങ് ഉണ്ട് അവിടെ അകത്ത്. അപ്പം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, ബോയ്സിൻ്റെ എന്തോ ഓർഫണേജ് എന്തോ ഉണ്ട് അതിനകത്ത്. അപ്പോൾ എനിക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ അങ്ങ് ടെൻഷനാവുന്നു, കാരണം അവർ രണ്ടുപേരേ ഉള്ളൂ, ആ ചേട്ടനും ചേച്ചി അകത്തിരുന്ന് പ്രാർത്ഥിക്കുക, പിന്നെ പുറത്ത് ഫുള്ള് വിജനമായിട്ട് കിടക്കുന്നു. അപ്പോൾ കുറേ നേരം നിൽക്കാനായിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് കരുതി വന്നതാട്ടോ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ മാതാവിൻ്റെ ചെറിയൊരു രൂപം പുറത്ത് ഗാർഡനകത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇത് കണ്ടിട്ട് കാണാതെ പോകാൻ തോന്നിയില്ല. അങ്ങനെ എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് കൃപാസന മാതാവിൻ്റെ ആ ഒരു ഇതിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇവിടെ ക്യാൻഡിലൊക്കെ കത്തിക്കാൻ തോന്നുന്നു, ഇരുട്ടായത് കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ക്ലിയറായിട്ട്, പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ക്യാൻഡിലൊക്കെ അവിടെ കത്തിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ അപ്പോൾ ഇനി അടുത്ത വട്ടം വരുമ്പോൾ എന്തായാലും ഞാൻ ക്യാൻഡിലും തീപ്പെട്ടിയൊക്കെ ആയിട്ടേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്നിട്ട് മതിയാവുന്നില്ല. അങ്ങനെ ഞാനും നന്ദമോളും കൂടെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എന്നെയും കാത്ത് കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ പെസറട്ടു എന്ന് പറഞ്ഞിട്ട്, പെസറട്ടു മീൻസ് നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള ദോശ, അത് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, ഞാൻ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു അതുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. എടുത്ത വല്ല അവർ വേണ്ടാന്ന് തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ വിടാൻ പാടില്ലല്ലോ. ഞാൻ അരി ആട്ടാനായിട്ട് ഇട്ടതിനകത്ത് ഒരു ഗ്ലാസ് അടുപ്പിച്ച് പച്ചരിയും കൂരവും പിന്നെ കുറച്ച് ചെറുപയറും കൂടെ കുതുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതും ആട്ടാനായിട്ടുള്ള പരിപാടിയായി. ഇപ്പം നമുക്ക് രാത്രി അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇന്ന് രാത്രിത്തെ ഫുഡ് നമ്മുടെ അനുവേട്ടൻ്റെ പണിയാട്ടോ. ചീനി അനുവേട്ടനാണ് വെട്ടുന്നത്. അപ്പോൾ അനുവേട്ടനാണ് വെട്ടിത്തരുന്നത്. അപ്പോൾ അനുവേട്ടൻ പറയാം, വീഡിയോ എടുത്ത് നീ ഇടത്തില്ല ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെയൊന്നുമല്ല, ഇവിടെ ചീനി മിക്കപ്പോഴും അനുവേട്ടനാണ് എനിക്ക് മുറിച്ച് തരുന്നത്. നമ്മൾ പണ്ട് കല്യാണം കഴിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് ചീനി വെട്ടാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അനുവേട്ടനാണ് വെട്ടുന്നത്. ഇപ്പോഴും അതുകൊണ്ട് അനുവേട്ടൻ്റെ ഫേവറേറ്റ് സാധനം ആയതുകൊണ്ട് കുറച്ച് പറയുമ്പോൾ വെട്ടിത്തരും. അപ്പോൾ ചീനി ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് കളറ് മാറിയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല ചീനിക്ക്. പിന്നെ ഗ്രൈൻഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെച്ചത്. അപ്പോൾ വേവും എല്ലാം അനുവേട്ടൻ തന്നെ നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനുവേട്ടനെ വിളിച്ച് ചോദിക്കും, ഇത്രയും മതിയോ, പഞ്ഞി കണക്കായോ. എനിക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കണം കേട്ടോ. ഇനി അത് വെന്തില്ലേലും ഞാൻ കിടന്ന് കുക്കറിട്ട് അടിച്ചത് മാക്സിമം വേവിച്ചെടുക്കും, അതെനിക്കിഷ്ടം. അപ്പം ഞങ്ങൾ നമ്മുടെ രാത്രിത്തെ ഫുഡ് ഇതാട്ടോ. അപ്പം നല്ല ചീനിയും പിന്നെ മീൻ കൂട്ടാനും പിന്നെ കുറച്ച് 2 അയില വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മിക്കപ്പോഴും ഇതിവിടെ കിട്ടുന്നത് കൊണ്ട്, ഈ ഒരു മാസം ഡിസംബർ ജാനുവരി കിട്ടുന്നത് കൊണ്ട് ഞങ്ങളുടെ ഫുഡ് ഇതായിരിക്കും. അപ്പോൾ 2 അയില വറുത്തതും മീൻ കൂട്ടാനും ചീനിയാണ് ഇന്ന് നമ്മുടെ ഫുഡ്. പിന്നെ കട്ടൻ ചായയും. അപ്പം നമ്മുടെ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് ഒരിതിലിരിക്കുകയാണ് എല്ലാവരുടെയും. അപ്പോൾ അവർ കൊടുത്തു. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുക്കാം കേട്ടോ. പണ്ട് നമ്മൾ ഈ കളറുള്ള ചീനിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കത്തൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്ത് പഞ്ഞി കണക്കാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് പിന്നെ കഴിച്ചല്ലേ പറ്റൂ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ കഴിക്കും. മറ്റേത് അമ്മയൊക്കെ ആയിട്ട് അടിക്ക് നിൽക്കുമായിരുന്നു, ഈ ചീനി വേണ്ട, ഈ കളർ ചീനി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളൊക്കെ അമ്മ ആയതുകൊണ്ട് നമ്മൾ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്